ഹലോ, വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു പുതിയ വിശേഷമായിട്ട് ഞാൻ വന്നു നോക്കുകയാണ്. വെറുതെ കുറച്ച് നേരം ഒന്ന് സംസാരിച്ച് പോകാമെന്ന് മാത്രമേ ഞാൻ വിചാരിക്കണുള്ളൂ. അതിലെന്തെങ്കിലും ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് പറ്റുന്നതാണെങ്കിൽ ഉൾക്കൊള്ളാം. അപ്പോൾ ഞാനിന്ന് പറയണത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നല്ല സമയത്ത് കുറേ പേര് നമ്മുടെ കൂടെ കൂടും. കുറേ പേര് അയ്യോ നമ്മുടെ ഭയങ്കര വെൽവിഷർമാരാവും അവര്. നമുക്ക് ഉപദേശം തരാനും അങ്ങനെ ചെയ്യ് ഇങ്ങനെ ചെയ്യ്, അത് നന്നാവും, അത് അങ്ങനെ കളിച്ചാൽ മതി ഇങ്ങനെ കളിച്ചാൽ മതി. എൻ്റെ ജീവിതത്തിലൊക്കെ കുറേ വട്ടം എനിക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ട് അവര് നമ്മൾ ഉപേക്ഷിച്ച് പോയിട്ട് വീണ്ടും തിരിച്ചു വരും. അവര് നമ്മള് രക്ഷപ്പെട്ടാവോന്ന് വിചാരിച്ചിട്ട് വീണ്ടും തിരിച്ചു വരും. അങ്ങനെ അനുഭവങ്ങൾ എനിക്ക് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. ചിലർക്ക് അങ്ങനെ ഒരു മിതമായ രീതിയിൽ അവരുടെ ലൈഫ് പോകുമ്പോ ആരും അങ്ങനെ അവരങ്ങനെ തിരസ്കരിക്കില്ല. ഞങ്ങളുടെ ലൈഫിൽ അങ്ങനെയാണല്ലോ. പലപ്പോഴും ഞങ്ങള് ഒരു വല്ലാത്ത കുഴിയിൽ ചെന്ന് വീഴും. ഞങ്ങളുടെ കുട്ടികൾക്ക് വയ്യ, അങ്ങനെ കുറെ പ്രശ്നം. അപ്പൊ അവരുടെ ട്രീറ്റ്മെന്റിന്റെ ഞങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നവരുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഞങ്ങൾ കുഴിയിൽ വീഴും. അങ്ങനെയാണ്. കാരണം പല ചികിത്സകളല്ലേ. ഇപ്പൊ നമ്മളൊരെണ്ണം ചെയ്തുകൊണ്ടിരിക്കുമ്പോ കേൾക്കും അവിടെ ഒരാൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ മാറ്റി കൊടുക്കണ്ടെന്ന് പറയുമ്പോ അന്ന് കാലത്തൊക്കെ ജീവനം കൊണ്ട് ഓടും അവരെ എത്തിക്കുക. കാരണം നമുക്ക് തന്നെ സ്വബോധത്തിൽ തോന്നുന്നുണ്ട്, ഞാനൊരു നേഴ്സാണല്ലോ, എനിക്ക് തോന്നും ഇതൊന്നും ശരിയല്ലല്ലോ, അവർ പറയണതൊന്നും കറക്റ്റ് അല്ല എന്നൊക്കെ തോന്നും. എന്നാലും മക്കളുടെ മുന്നിൽ വെച്ചിട്ട് അവര് പറയാം, ഇതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല, ഞങ്ങള് ഇതൊക്കെ എണിപ്പിച്ച് നടത്തി ഓടിച്ചിട്ടുള്ള ആൾക്കാരാന്ന് പറയുമ്പോ കുട്ടികൾക്ക് തോന്നും കറക്റ്റാവും, ഇത് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ ഞങ്ങൾ ഓടി നടന്നാലോ എന്ന് അവർക്ക് തോന്നേ. അവർക്ക് വേണ്ടിയിട്ട് പോലും ഞങ്ങൾ കുറെ ട്രീറ്റ്മെന്റ് ഇങ്ങനെ പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ പലപ്പോഴും കുഴിയിൽ വീഴും. അങ്ങനത്തെ ഒരു ആൾക്കാരായതുകൊണ്ട് ഞങ്ങൾക്ക് ഈ അനുഭവം ഭയങ്കര സ്പഷ്ടമായിട്ട് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനത് പറയാൻ കാരണം. അല്ല, ഒരു ജീവിതം കലമേരി പോണ ആൾക്കാർക്ക് അത്ര മനസ്സിലാവില്ല. ചിലപ്പോ അവരൊക്കെ ഇങ്ങനെ കൂടെ കുഴപ്പമില്ല എന്ന് വല്ല മട്ടിൽ നിന്നുണ്ടാവും. എന്നെ സംബന്ധിച്ച് എന്നെ വിടാനും പറ്റില്ല. ഞാൻ ഈ മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യണ കാരണം ഇവർക്ക് പലർക്കും എന്നെ അത്യാവശ്യമുണ്ട്. ഒരു അസുഖം വന്നാലാ ഒക്കെ ആരെ കാണിക്കണ്ടേ അങ്ങനെയൊക്കെ ചോദിച്ചാൽ ആരാ നല്ല ഡോക്ടറുടെ ഇപ്പൊ എന്നൊക്കെ ചോദിക്കാനായിട്ട് അവർക്ക് എന്നെ ആവശ്യമുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ എന്റെ ഒരു ഹെൽപ്പ് നല്ലതാണല്ലോ, ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നത് തന്നെ. അപ്പൊ തീരെ തഴയാൻ പറ്റാണ്ട് ഇവര് കിടന്ന് ഇങ്ങനെ ഉരുളണത് എനിക്ക് കാണാൻ പറ്റും. അപ്പൊ നമ്മളിങ്ങനെ വല്ലാണ്ട് കുഴിയിൽ വീണെന്ന് പറഞ്ഞാ പിന്നെ ഇവരാരും കാണില്ല, നമ്മള് ഒട്ടും കാണില്ല. വർഷം ചിലപ്പോ 1, 2, 3 വർഷം ഇവരെ കാണില്ല. പിന്നെ നമ്മളൊന്ന് കര പൊക്കി നമ്മൾ അങ്ങനെ ആയി വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് പിന്നെ രണ്ടാമത് തലപൊക്കി വരും. നമ്മളെ സഹായമൊക്കെ സ്വീകരിക്കുകയും ചെയ്യൂര്. അതിനൊന്നും ഒരു മടിയില്ല കേട്ടാ. ഇനി അങ്ങനെ നമ്മൾ തോറ്റുപോയി കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇവര് ഭയങ്കര നമ്മൾ ചെയ്തതൊക്കെ തെറ്റായി പോയി, നിങ്ങൾക്കത് അറിയില്ലേ, അങ്ങനെയൊന്നും പോവാൻ പാടില്ല, നിങ്ങൾ ഈ ലോകത്തൊന്നല്ലേ ജീവിക്കണേ. നമ്മുടെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമ്മള് എന്തും ചെയ്യും, എന്തും ചെയ്തു പോകണം. ബുദ്ധിയൊന്നും ആ നേരത്ത് വർക്ക് ചെയ്യില്ല. നമുക്ക് ആ നേരത്ത് കുട്ടികളോടുള്ള സ്നേഹം മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനത്തെ ചില സന്ദർഭങ്ങളുണ്ടാവും. നമ്മൾ ചില കാര്യങ്ങളിൽ ചെന്ന് നമ്മള് പെട്ടുപോവാണ്. അല്ലാണ്ട് ഇപ്പൊ നമ്മൾ അറിഞ്ഞ് നമ്മൾ തലവെച്ച് കൊടുക്കണതല്ല. നമ്മൾ ചില സമയത്ത് നമ്മൾ സാമ്പത്തികമായിട്ടും നമ്മൾ പരാധീനപ്പെട്ടു പോകും. അപ്പൊ ആ സന്ദർഭങ്ങളിൽ ഇവരൊക്കെ ഈ അടുത്തുകൂടിയവരൊക്കെ ഓടിപ്പോവും. എന്നിട്ട് അവര് പിന്നെ എന്താ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളത് ആലോചിച്ച് ചെയ്യേണ്ടതായിരുന്നു ആ തീരുമാനം, നിങ്ങൾ ചെയ്ത് തെറ്റായി പോയി, അങ്ങനെയല്ല ചെയ്യേണ്ടത്. അത് ചിലര് കാണേയില്ല, പ്രദേശത്ത് കാണില്ല അവരെ. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പൊ നമ്മള് എപ്പോഴും എല്ലാവരും നമ്മളെ അങ്ങോട്ട് ഭയങ്കര സ്നേഹിക്കുന്ന ആൾക്കാരായിട്ട് നമുക്ക് അവരെ ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ തളർന്ന സമയത്തും നമ്മുടെ കൂടെ നിൽക്കണ ചിലരുണ്ടാവും. അവരാണ് നമ്മുടെ യഥാർത്ഥ ഫ്രണ്ട്സ്. അവരെ നമുക്ക് ഉൾക്കൊള്ളാം. മറ്റവരെ അടുപ്പിക്കരുതെന്ന് ഞാൻ പറയാം. അടുപ്പിക്കുന്ന വെച്ചാൽ മിണ്ടരുത് എന്നല്ല അർത്ഥം, എല്ലാവരോടും മിണ്ടാം. പക്ഷെ ഒരു പരിധി വിട്ട് അവർക്ക് നമ്മൾ കൺവേ ചെയ്യരുത് നമ്മുടെ എല്ലാ വിശേഷങ്ങളും. അതൊന്നും നല്ലതിനല്ല. അത് കൊണ്ടുപോയിട്ട് ഒരു ദുരുപയോഗം മാത്രമേ ചെയ്യുള്ളൂ. നമുക്ക് നമ്മുടെ കുറ്റങ്ങൾ അവിടെ പോയി പറയാ, അവിടെ പോയി ചിരിക്കുക, ഇവിടെ പോയി ചിരിക്കുക. അങ്ങനെ കുറെ ആൾക്കാരുണ്ട് നമ്മുടെ ജീവിതത്തില്. നിങ്ങൾക്കൊക്കെ അങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്ക് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. നമ്മള് കുറെ ഉപകാരം ചെയ്യുന്നവരായിരിക്കും. ഞാനൊക്കെ ഇവരുടെ കൂടെ നിന്ന് ശുശ്രൂഷിച്ച്
ഇവരെ ഡോക്ടറെ കാണിച്ച് അവരുടെ പിന്നെ ഇപ്പൊ ഞങ്ങളൊക്കെ അവിടെ വർക്ക് ചെയ്യുന്ന കാലം ഞങ്ങൾക്ക് വേഗം വേഗം കാര്യങ്ങൾ നടക്കും. അപ്പൊ അങ്ങനെയൊക്കെ നടത്തി കൊടുത്ത് അവരൊക്കെ രക്ഷപ്പെടുത്തി ഒക്കെ ശരിയാക്കി കൊടുത്ത് ആ കൊടുത്തതോ ഉണ്ടാവുള്ളൂ. പിന്നെ ഇവരെ കാണില്ലെന്നാണ്. നമ്മുടെ കഷ്ടപ്പാടിന്റെ നേരത്തൊന്നും ഒരു പരിസരത്ത് ഇവരെ കാണില്ല കേട്ടാ. ഇനി ഇവര് നമ്മൾ രക്ഷപ്പെട്ടു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇവര് നമ്മുടെ അടുത്ത് കൂടും. അതെങ്ങനെ ഇവര് സൂത്രത്തില് നമ്മുടെ അരിത്ത് വന്ന് പെടും ഇവര്. അതെങ്ങനെയാ എനിക്ക് മനസ്സിലാവില്ല. എന്നെ സംബന്ധിച്ച് എനിക്കൊരു ഇഷ്ടമില്ല എന്ന് തോന്നി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആ ഭാഗത്തേക്കാനെ പോവില്ല. അവർക്ക് ഉപദ്രവം ചെയ്യില്ല, ഉപകാരം ഞാൻ ചിലപ്പോ ചെയ്തെന്ന് വരും. എന്നോട് ഇങ്ങനെ ചെയ്തോ ചോദിച്ചു ചിലപ്പോ ചെയ്തെന്ന് വരും. അല്ലാണ്ട് ഞാൻ അവരുടെ ഉപകാരം തപ്പി ഒരിക്കലും പോവില്ല. അങ്ങനെ ഒരു ഹാബിറ്റ് അങ്ങനെയുള്ള ഒരു കുറെ പേരുണ്ട് കേട്ടാ. അപ്പോ നമ്മുടെ അടുത്ത് കൂടുന്നവരൊക്കെ നമ്മളെ സ്നേഹിക്കുന്നവരും അടുത്ത് വരാത്തവരൊക്കെ നമ്മളെ ദ്രോഹിക്കുന്നവരും നമ്മൾ ചിന്തിക്കില്ല. ചിലപ്പോ നമ്മളെ അടുത്ത് വരാത്തവരായിരിക്കും അകന്നിരുന്നിട്ട് ചിലപ്പോ നമുക്ക് വേണ്ടി വല്ല നല്ല വാക്ക് പറയുണ്ടാവുക. അവരെങ്ങനെയും ജീവിച്ചോട്ടെ പാവങ്ങള്, കുറെ കഷ്ടപ്പാട് സഹിക്കുന്നതാ, എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് അവര് ജീവിക്കട്ടെ എന്ന് പറയുന്നവരായിരിക്കും അവര്. അതേസമയം നമ്മുടെ അടുത്ത് നിന്ന് നമ്മളെ ഭയങ്കര സ്നേഹിക്കുന്ന പോലെ അഭിനയിച്ചിട്ട് അങ്ങോട്ട് നീങ്ങി നിന്നിട്ട് ഒന്നും ആലോചിക്കില്ല, പോയി അങ്ങോട്ട് എടുത്തു ചാടും. ഒന്നും ശ്രദ്ധിക്കണ്ടേ, അത് ചെയ്യില്ല. അന്ന് ഇവര് നമുക്ക് പറഞ്ഞു തരുമോ അതുമില്ല. അങ്ങനെ കുറെ ആൾക്കാർ നമ്മുടെ അടുത്ത് കൂടുന്നു പറയാ. അവരൊക്കെ നമ്മൾ വിശ്വസിക്കണ്ട. നമ്മളെപ്പോഴും ഒരു പരിധിക്ക് നമ്മുടേതായ നമുക്ക് ബുദ്ധി ഉണ്ടല്ലോ. അപ്പൊ അതനുസരിച്ച് നമ്മൾക്ക് പറ്റുന്ന മടികളൊക്കെ എന്ന് പറഞ്ഞാല് അവരെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പലപ്പോഴും നമ്മളെല്ലാം ബുദ്ധിമാന്മാരല്ല, നമ്മളെല്ലാം കഴിവുള്ളവരല്ല. നമ്മുടെ സാഹചര്യങ്ങൾ വെച്ച് ചിലപ്പോൾ നമ്മള് പറ്റിക്കപ്പെടും. അങ്ങനെയൊക്കെ ഉണ്ടാവും. നമ്മുടെ ജീവിതം ഇപ്പൊ എല്ലാം തികഞ്ഞ് നമുക്ക് കിട്ടില്ല. അപ്പൊ ആ സന്ദർഭത്തിലൊക്കെ നമ്മളെ ഒറ്റുകൊടുക്കാനും നീങ്ങി നിന്ന് പരിഹസിക്കാനും ഒക്കെ ഇവരുണ്ടാവും. അപ്പോ എല്ലാവരെയും വിശ്വസിക്കാതിരിക്കുക എന്നാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. അപ്പോ നിങ്ങൾക്കൊക്കെ അങ്ങനെ അനുഭവപ്പെട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറഞ്ഞ വാചകങ്ങൾ എന്നിട്ടാണ്. അപ്പൊ ഇഷ്ടമുള്ളവർക്ക് എടുക്കാം. അപ്പൊ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. ബൈ.